ഈ കാര്യവും നീ വേറെ ആരെടുത്തും പറയരുത്, പ്രത്യേകിച്ച് രംഗണനടുത്ത്. രംഗണ്ണൻ അതാര്? യോ, രംഗണൻ അറിഞ്ഞൂടാ? രംഗണന്റെ ബോസല്ലേ? രംഗണം പാട്ട് പാടും, കഥ പറയും, തെറി വിളിക്കും, ചളിയടിക്കും. അതാണ് മൂപ്പര മെയിൻ. ഈ രംഗണ്ണനെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്ത്, അകത്ത് ചൊറിയും തൂത്തിയിരിക്കുന്നുണ്ട്. രംഗണ്ണ ഒന്നും തോന്നല്ലേ, ആദ്യം ഞാൻ പകതെന്ന് പറഞ്ഞപ്പോ അവര് പറയാ ലോട്ടറി അടിച്ച പോലെ ലുക്ക് എന്ന്, അതുകൊണ്ട് അങ്ങനെ കാണിച്ചേട്ടോ. അപ്പൊ തുടങ്ങാം. റെഡി ആക്ഷൻ. ഏടി മോളെ, ഏതാടി ഇവിടെ ഒരു പുതിയൊരു മോള്? ബിമി മോള്, അണ്ണനെ കാണാൻ വന്നതാ. രംഗണ്ണ, ഞാൻ കണ്ണീര് കുടിച്ചാണ് ജീവിക്കണത്. നിനക്ക് പ്രാന്താടി, 15 രൂപ മിനറൽ വാട്ടർ മേടിച്ച് കുടിച്ചാ പോരെ, എന്തിങ്ങോട്ട് വന്നത്? അണ്ണ അതല്ല പ്രശ്നം, ഇവിടെ കെട്ടിയവൻ ഇവിടെ തല്ലും, ഇവക്ക് തിരിച്ച് തല്ലണമെന്ന്. കെട്ടിയവൻ തല്ലോ? എന്നും വൈകുന്നേരം 5 മണിയാകുമ്പോ അയാൾ എന്നെ വന്ന് തല്ലും. അപ്പൊ 5 മണിക്ക് ശേഷം അവനെ പേടിക്കണം. പേടിക്കാനോ? അല്ല, പിടിക്കണം. അമ്പിളി, നീ ഞാൻ പറയണം. അമ്പിളി, നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നീ ഓരോന്ന് ഞാൻ പറഞ്ഞ നോട്ട് ചെയ്തു. നീയും ഭർത്താവും അല്ലാതെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? 1 വയസ്സുള്ള മോനുണ്ട്. ആ 1 വയസ്സുള്ള മോൻ എന്ത് ചെയ്യുന്നു? പാലാ കമ്മ്യൂണിക്കേഷന് ഗാനം ഇളക്കി പോകുന്നു. മലയാള തമിഴ് അടിച്ചാൻ കയറ്റി വരും. 1 വയസ്സുള്ള കൊച്ചെന്തോടി നിന്നോണ്ട് വീട്ടിൽ ഇരിക്കും, അല്ല ഒന്നും ചെയ്യത്തില്ല. അയ്യോ, രംഗണ്ണ എങ്ങനെ ഇത്ര സെറ്റപ്പ് ആയത്? രാത്രി ഫോൺ വിളിക്കും, അങ്ങനെ മൊത്തം 4 സെറ്റപ്പ്. 5 സെറ്റപ്പ് ആയി. എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയതെന്ന്? ഈ സെറ്റപ്പാണോ ഉദ്ദേശിച്ചത്? നമ്മള് മറ്റേ പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്. അണ്ണനെ വാളയാർ കാട് തീ പിടിപ്പിച്ചാലാണ് ഇങ്ങനായത്. അണ്ണൻ കാടൊക്കെ കത്തിച്ചിട്ടുണ്ടോ? അതായത് ദീപാവലി സമയം ഞങ്ങൾ പടക്കം മേടിക്കാം. ആണ് ഇവക്കാണെങ്കിൽ ഇവിടത്തെ പടക്കം പറ്റൂല, ശിവകാശിയിലെ പടക്കം വേണം. അങ്ങനെ ഞാൻ പടക്കവും മേടിച്ചിട്ട് വരുമ്പോ ഞങ്ങളുടെ വണ്ടിയില്ല. 20 കിലോമീറ്റർ ഞാൻ ഇങ്ങനെ നടന്ന് വന്നുവാ. 15 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോ എന്റെ തുടയൊറിഞ്ഞ് തീ വന്ന്, ആ തീ നേരെ പടക്കത്തി വന്ന് കാട് നിന്നങ്ങ് കത്തിയോ. ആ എന്നിട്ട് ഞാൻ ഒറ്റ ഓട്ടം ഞാൻ നാട്ടിൽ ചെന്ന്, പക്ഷെ ഫോറസ്റ്റുകാരനെ പിടിച്ച്. ഒളിച്ചു പോയ അണ്ണനെ ഫോറസ്റ്റുകാർ പിടിച്ചത് എങ്ങനെ? പുക ഫോളോ ചെയ്തവര്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ആ ഫോറസ്റ്റുകാരനെ ഞാൻ പിടിച്ചു, മുരുകേന്ദ്ര പ്രസാദ്. അങ്ങനെ ഒരു ദിവസം ഈ ഫോറസ്റ്റുകാരനെ കാണാൻ വേണ്ടി ഞാനും 10 ഗുണ്ടകളും കൂടി അങ്ങോട്ട് ചെന്ന്, എന്നിട്ട് പറഞ്ഞു, എടാ മുരുകേന്ദ്ര പ്രസാദ് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞത് യവൻ ഞെട്ടിയിട്ട് ഒരു വരക്കം. അയ്യേ, ഒരു മുണ്ട് പോലും ഉടുക്കാതെയാ. ചട്ടിയിട്ട് വന്നൊന്നല്ല, ഞെട്ടിയിട്ട് ഒരു വരക്കം. ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ 10 ഗുണ്ടകളും ഞാനും കൂടി രാത്രി ഇവനെ കാട്ടിയിട്ട് ഓടിക്കുവോ. ഭയങ്കര മഴയും ഇടിയും. നേരം വെളുത്തപ്പോ എന്റെ കൂടെയുള്ള 10 ഗുണ്ടകൾക്കും കൃഷിഭവന് ജോലി കിട്ടി. അതെങ്ങനെ? ഭയങ്കര ഇടിയും മഴയെന്ന് പറഞ്ഞില്ലേ, യവന്മാരുടെ പാൻറ്റൊക്കെ നനഞ്ഞിട്ട് ഇതിന്റെ അകത്ത് കൂണ് മുളക്കും. ഇപ്പൊ കൃഷിഭവന് കൂണ് കൊടുക്കുന്ന എവിടെ? ഈ 10 പുണ്ടയുടെയും പാൻറ്റീന്ന്. ബിബിമോള് ഹാപ്പിയാണോ? അമ്പിളി ഹാപ്പിയാണോ? ഈ കഥന്റെ ക്ലൈമാക്സിന് തൊട്ട് മുന്നേ വരെ അമ്പിളി ഹാപ്പി ആയിരുന്നു. നീ അല്ലെങ്കിൽ എപ്പോഴാടി ഹാപ്പി ആവണത്? എവളുടെ ആങ്ങള അമ്പാൻ, അവനുണ്ടായിരുന്ന ഇത്തരം കോമഡിക്കൊക്കെ ചിരിച്ചു കയറ്റിയേനെ. അതെന്താ അങ്ങനെ? അവൻ കഞ്ചാവ് കണ്ട, ആങ്ങളെ കഞ്ചാവ് സമ്മതിച്ചല്ലേ. അമ്പാൻ ചേട്ടി ഇപ്പൊ എവിടെയുണ്ട്? അയ്യോ, അമ്പാനെ പരുന്ത് കൊണ്ടുപോയി. ആ, അവൻ വെച്ച ലഹരിക്ക് വേണ്ടി ഏതറ്റവും പോകുന്നവനാ. ഒരു ദിവസം ലഹരി ഒന്നുമില്ല, നമ്മുടെ തറവടക്കുന്ന മിഷൻ ഉണ്ടല്ലേ, വാക്യൂം ക്ലീനർ. ഈ വാക്യൂം ക്ലീനർ മൂക്കിൽ വെച്ച് സ്വിച്ച് അങ്ങിട്ട് ഞാൻ നോക്കുമ്പോ 60 കിലോ ഉള്ള അവൻ 6 കിലോ ഉള്ള കാടക്കോഴി കണക്ക് ഈ മിഷന്റെ തുമ്പത്തിരിക്കുക. കാടക്കോഴിയെ കണ്ടാ പരുന്ത് വിടുവോ? കൊണ്ടുപോയില്ലേ. ഏതോ പാറപ്പുറത്ത് ഇപ്പോഴും അമ്പാനുണ്ടാ. അമ്പിളിക്കറിയാതെ അമ്പിളി, ഇനി ഞാൻ പരുന്തിനെ കാണുമ്പോ പറയാം കാടക്കോഴിയുടെ അനിയത്തി ഇവിടെ ഉണ്ടെന്ന്. അണ്ണ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടാ, ഈ ഗുണ്ടായിസം കാണിച്ച് നടന്ന അണ്ണന്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം കിട്ടും? ഈ ഷൂ അഴിച്ചിടുമ്പോ കിട്ടും. ഷൂ അഴിച്ചിടുമ്പോ ഒരു മനുഷ്യൻ എങ്ങനെ സന്തോഷം കിട്ടും? എടി, എന്റെ കാലിന്റെ അളവ് 10 ആണ്, ഈ ഷൂവിന്റെ അളവ് 5. എന്റെ വിരലൊക്കെ ഞാൻ മടക്കിയാ വെച്ചേക്കണത്. കുറെ ദൂരം നടക്കുമ്പോ നമ്മുടെ വിരലൊക്കെ അങ്ങ് പൊട്ടും. അന്നേരം ഞാൻ ഈ ഷൂ വരുമ്പോ വിരൽ നട ഇങ്ങനാവും. ആ ഒരു സെക്കൻഡിൽ കിട്ടുന്ന സുഖം, അതാണ് രംഗണ്ണന്റെ സന്തോഷം. ചേച്ചി, നിങ്ങൾക്കെങ്കിലും ഈ നരകത്തിൽ നിന്ന് വല്ല കല്യാണം കഴിച്ച് രക്ഷപ്പെട്ടൂടെ? കല്യാണം കഴിക്കാൻ ഈ അമ്പിളി, എനിക്ക് ആണുങ്ങൾ കാണുന്നത് കലിപ്പല്ല. ഞാൻ എന്നെ കൊണ്ടൊന്നും പറഞ്ഞേക്കര. ഇങ്ങോട്ട് വന്നേ. എവള് നാട്ടിൽ ലീവിന് പോണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ മെൻസ് കോളേജിനൊക്കെ അങ്ങ് ലീവാ. പയ്യന്മാരെയൊക്കെ നേരത്തെ പറഞ്ഞു വിടും. എവളുടെ കയ്യിൽ ഒരു വലയുണ്ടേ. ആ വലയിട്ട എത്ര പയ്യന്മാരാ ലൈൻ ആയേക്കുന്നത്. അതെ, ഗുണാക്കേവി വീണ രക്ഷിക്കാൻ ആരെങ്കിലും വീഴും. ആ വലയിൽ വീണേക്കല്ലേ രക്ഷപ്പെടാൻ പറ്റൂല. ചേച്ചി